കൊണ്ട് നേരെയാക്കാൻ പറ്റുന്നതാണ് പലതും. അപ്പോൾ നമുക്കങ്ങനെ ചില ഒരു മസ്ലഹത്ത്, ഒരു അഡ്വക്കേറ്റ്, ഒരു കൗൺസിലർ, ഒരു പണ്ഡിതൻ, ഒരു സഭ, 5-10 മഹല്ലുകൾ ചേർന്നിട്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഒരു വെള്ളിയാഴ്ച കോടതിയിൽ കൊണ്ടുവരുന്നു. അവിടെ വൈകുന്നേരം ഒരു സിറ്റിംഗ് നടക്കുന്നു, നല്ല രീതിയിൽ പരിഹരിക്കപ്പെടാൻ പറ്റുന്നു, പരിഹരിക്കുന്നു. അപ്പോൾ എണ്ണം കൂടും. അത് വേറെ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിലോ പാർട്ടി ഓഫീസിലൊക്കെ പോയി അനിസ്ലാമികമായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റും. മിക്കവാറും മുസ്ലിം കുടുംബത്തിലെ ഈ അസ്വസ്ഥതകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള പണം വളരെ കൃത്യമാണ്. ഉള്ള പണം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ഉമ്മയും വാപ്പയും. ഇതാണ് കുഴപ്പം. ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു കാര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അവരെ ഇടവകയിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പും പഠിപ്പിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഓരോ കൊല്ലം കഴിയുമ്പം ഭാര്യയും ഭർത്താവും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് ശരിയായി പോകുന്നുണ്ട്. നമുക്കെന്താ, നമ്മളെന്തിനാ നേരമുള്ളത്? ഒന്നിനും നമുക്ക് നേരമില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എറണാകുളത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ വർക്ക്ഷോപ്പിന് ചെന്നപ്പോൾ അവിടെ ഒരു 10-50 ചെറുപ്പക്കാരികളും 10-50 ചെറുപ്പക്കാർക്കും ക്യാമ്പ് നടക്കുന്നു. എനിക്ക് കൗതുകം തോന്നി. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ കല്യാണത്തിന് മുമ്പുള്ള കോഴ്സ് നടത്തുകയാണ്. എങ്ങനെ ഭാര്യയും ഭർത്താവും പൊരുത്തപ്പെട്ട് ജീവിക്കണം, എങ്ങനെ ആശയവിനിമയത്തിൽ ഏർപ്പെടണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കോഴ്സുകൾ. അത് കഴിഞ്ഞാൽ മാത്രമേ നിക്കാഹ് ചെയ്തു കൊടുക്കുള്ളൂ. അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞു. അത് അവരൊരു പഠിപ്പാണ്. എന്തിനാ? തുടക്കം തന്നെ ഭദ്രമാക്കാനുള്ള പഠിപ്പാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത്, നമ്മളൊക്കെ നാട്ടിൽ നിക്കാഹ് നടക്കണമെങ്കിൽ സ്ത്രീധനത്തിൻ്റെ ഇത്ര ശതമാനത്തിൻ്റെ ഫീസ് പള്ളി കമ്മിറ്റിക്ക് അടച്ചിട്ട് റെസീറ്റ് കാണിച്ചാലേ അന്ന് മുഅദ്ദിൻ ഫാത്തിഹ വിളിക്കുള്ളൂ നിക്കാഹിൻ്റെ. അവർ നിൽക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് മാനസികമായി തയ്യാറെടുത്ത ആണും പെണ്ണും കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്ത്രീധനത്തിൻ്റെ ബാക്കി ഇത് വാങ്ങി നിൽക്കുന്ന ചില കമ്മിറ്റികൾ ചില പ്രദേശത്തൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അറിയില്ല നമ്മുടെ പ്രദേശത്തുണ്ടോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ മാറിയേ പറ്റുള്ളൂ, ചില ഇടപെടലുകൾ നടത്തിയേ പറ്റുള്ളൂ. വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുടുംബത്തെ നേരെയാക്കാൻ, അവരുടെ മനസ്സിൽ സമാധാനം കൊടുക്കാൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1000 ഉറുപ്പിക വരുമാനമുള്ള കുടുംബത്തിനും സുഖമായി ജീവിക്കാം, 1 ലക്ഷം ഉള്ളവർക്കും ജീവിക്കാം. പക്ഷേ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു അതിനാണ് നമ്മൾ ബഡ്ജറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ മഹലിലെ ഈ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു ടീമിനെ ഒരു ബഡ്ജറ്റ് ട്രെയിനിങ്ങിന് വിളിച്ച് ഒരു കടലാസ് കൊടുത്ത് അതിൻ്റെ പരിശീലനം കൊടുത്താൽ ഭാര്യയും ഭർത്താവും രാത്രി തീരുമാനിക്കുന്നു, ശരിയാ നമുക്ക് എല്ലാ ദിവസവും മത്സ്യം വാങ്ങാൻ പറ്റില്ല, ആഴ്ചയിൽ അഴക്കൂറ വാങ്ങാൻ പറ്റില്ല. അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ മക്കളും കൂടി പങ്കാളികളാകുമ്പം ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ മഹലിൽ മൊത്തം സുരക്ഷിതത്വം ഉണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. മഹല്ല് കമ്മിറ്റിയുടെ ഫൈനാൻസിലുമുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം. മഹല്ല് കമ്മിറ്റിയുടെ ഫൈനാൻസൊക്കെ മിക്കവാറും ഔദ്യോഗികമായ ഓഡിറ്റർ കണക്ക് പരിശോധിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വളരെ ചിന്തിക്കണം മഹല്ല് കമ്മിറ്റിയുടെ ഒരു കണക്കൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇപ്പോൾ കുതിര, ഞാനൊരു ഉദാഹരണം തമാശക്ക് പറയാം. കുതിരക്ക് പുല്ല് വാങ്ങാൻ വേണ്ടി 2000 ചിലവായത് 2000 ഉറുപ്പിക എന്ന് പറഞ്ഞിട്ട് വൗച്ചർ എഴുതി കൊടുത്തു നേരിച്ചോ. ആ വൗച്ചറിൽ ഔദ്യോഗികമായ സീലും സിഗ്നേച്ചറും ഉണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ കണക്ക് പാസ്സായി കൊടുക്കണം. കാരണം വൗച്ചർ വെച്ചിട്ടുണ്ട്, ഔദ്യോഗികമാണ്, ഫോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഇസ്ലാമിക ഫൈനാൻസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം കുതിര ആവശ്യമായിരുന്നോ, കുതിര ഉണ്ടായിരുന്നുവോ, അതിന് ഇത്ര പുല്ല് വേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം വേണം. പള്ളി കമ്മിറ്റികളുടെ പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹൗദിൻ്റെ കല്ല് ഒരു പ്രാവശ്യം മാറ്റി വെച്ച് പിന്നെ സ്റ്റെപ്പൊന്ന് മാറ്റി സിമൻ്റൊന്ന് ഇട്ട് പിന്നെ ആ സിമൻ്റൊന്ന് ഇളക്കി മാറ്റി അങ്ങനെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം അല്ല ഒരു നാട്ടിൽ നടക്കേണ്ടത്. ഓരോ പൈസ ചെലവഴിക്കുമ്പോഴും അത് വേണ്ടതാണോ അല്ലയോ എന്ന് ആലോചിച്ച് ചിട്ടയോടുകൂടി സ്വന്തം പുരക്ക് ചിലവാക്കുന്നതിനേറെ വ്യത്യസ്തമായി ചിലവാക്കുന്ന ഒരു മഹല്ല് നേതൃത്വം നാട്ടിലുണ്ടാകുകയും നാട്ടിലെ പൈസ മഹല്ല് നിവാസിയുടെ പൈസ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ട്രെൻഡ് ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ വിങ്ങാണ്. അതിൻ്റെ പ്രവർത്തനം പലയിടത്തും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിൽ 3000 ഉറുപ്പിക മുതൽ 15000 ഉറുപ്പിക വരെ കയ്യിൽ പൈസയുള്ള ഒരു ഫാമിലി 3000-ന് എങ്ങനെ ചിലവാക്കാം, 6000-ന് എങ്ങനെ ചിലവാക്കാം, 10,000-ന് എങ്ങനെ ചിലവാക്കാം, 15,000-ന് എങ്ങനെ ചിലവാക്കാം. ഉപ്പാക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്. അത് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും. മഹല്ല് കമ്മിറ്റിക്ക് ചെയ്യാവുന്നതാണ്. ടെലിവിഷൻ എങ്ങനെ കാണാം എന്നുള്ളതിന് കേരളത്തിലെ പല ഇടവകയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന വളരെ നല്ല പരിശീലനങ്ങളുണ്ട്. ടെലിവിഷൻ ഇനി എടുത്തു ചാടാൻ ഇനി ആര് ഫത്വ കൊടുത്താലും എടുത്ത് ചാടൂല. കാരണം എങ്ങനെയാണ് ഒരു നല്ല ചാനൽ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ് നമ്മളൊക്കെ. അപ്പോൾ ഒരു മാധ്യമമായിട്ട് അത് നിലനിൽക്കും. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ നല്ല നിലക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പരിശീലനം ചില വിഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ മഹലിലെ സ്ത്രീകളെ വിളിച്ച്
പരിശീലനം കൊടുക്കണം. എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ, 10ൽ 9 മുസ്ലിം ഉമ്മമാരും ടി വിയുടെ അടിമയാണ്. ടി വിയുടെ അടിമയായ ഒരു ഉമ്മാക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മാനസികമായി ബുദ്ധിമുട്ടുകളും തകരാറും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ന് കിട്ടുന്ന മെസ്സേജുകളൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഇതെങ്ങനെ കാണാം, എങ്ങനെ ഇതിൻ്റെ ദുരുപയോഗത്തെ ചെറുക്കാം എന്നുള്ള പരിശീലനങ്ങളാണ് കിട്ടേണ്ടത്. നമ്മളതിൻ്റെ അടിമയാകാൻ പാടില്ല. നമുക്ക് നേരെ നിൽക്കാൻ വേണ്ടി പറ്റണം. 65 വയസ്സുള്ള ഒരു ഉമ്മാൻ്റെ കയ്യിൽ ഒരു കയ്യിൽ തസ്ബീഹ് മാലയും മറ്റേ കയ്യിൽ റിമോട്ടും ആണത്രേ. തസ്ബീഹ് മാല കൊണ്ട് ഉമ്മ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ മറ്റേ കയ്യിൽ റിമോട്ട് ഉപയോഗിച്ച് ഉമ്മ കാഴ്ചകൾ കാണുക. ഇതാണ് കൊച്ചു കുഞ്ഞ് വീട്ടിൽ കണ്ടുപഠിക്കുന്നത്. ഇതിൽ കുറേ തെറ്റുണ്ട്. തെറ്റിനെ ഞാൻ തിരുത്തണം, തെറ്റിനെ തിരിച്ചറിയണം. നന്മയുണ്ട്, നന്മയെ മാത്രം എടുക്കണം എന്നുള്ളൊരു പഠിപ്പ് വീട്ടിൻ്റെ അകത്ത് നിന്ന് ഓരോ ഉമ്മാക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ടി വി കൊണ്ടുണ്ടാകുന്ന അതിഭീകരമായൊരു പ്രശ്നത്തെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറയാം, നമ്മളീ പറയുന്ന ദീനൊന്നും അവിടെ എത്തൂല. കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അറബ് ശാല കണ്ടാൽ അതിൻ്റെ അടുത്തൂടെ നമ്മൾ പോകില്ല. കാരണം രക്തവും ചോരയൊക്കെ കാണുമ്പോൾ പേടിയാവും എന്നുള്ള നിലക്കാണ്. ഇന്നത്തെ കുട്ടി കാണുന്നത് പാനൂരിലോ കണ്ണൂരിലോ എവിടെയെങ്കിലും നടക്കുന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരു ചങ്ങാതിയുടെ ഒരു സഹോദരൻ്റെ തല വേറെയാക്കിയിട്ട് ആ തല മഴുകൊണ്ട് വെട്ടിയിട്ട് തലച്ചോറ് വേറെയാകുന്ന ഭാഗം ചോര തളം കെട്ടിയിട്ട് ടി വിയിൽ നേരിട്ട് നോക്കിയിട്ട് 3 വയസ്സും 4 വയസ്സുള്ള കുട്ടി കാണുകയും ആസ്വദിക്കുകയും തലച്ചോറ് കണ്ടീഷൻ ചെയ്യുമ്പോൾ കുട്ടിക്ക് രക്തം പ്രശ്നമില്ലാതെ വരുന്നു, കൊല പ്രശ്നമില്ലാതെ വരുന്നു. 5 കൊല്ലം ഈ അവസ്ഥ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മണ്ണ് കുറേ കൂടി ചുവക്കും, കുറേ കൂടി ക്രിമിനൽ സ്വഭാവങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ മഹലിലെ പ്രശ്നങ്ങൾ ചെറുതല്ല. പുറത്ത് നടക്കുന്ന സംഘടനകൾ നടത്തുന്ന പോലെ സമ്മേളനമോ റാലിയോ പരിപാടിയോ ഒക്കെ നടത്തിയിട്ട് പിരിയാനുള്ളതല്ല മഹല് നേതൃത്വം. മഹല് നേതൃത്വം കൃത്യമായി സർവേ നടത്തണം. എന്നിട്ട് എൻ്റെ മഹലിൽ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയണം. എൻ്റെ മഹലിലെ പരിഹാരം ഞാൻ ആദ്യം തുടങ്ങേണ്ടത് എന്തിൻ്റെ മേലെയാണെന്ന് തീരുമാനിക്കണം. അതിന് നമുക്കൊരു കേന്ദ്ര ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ നിന്ന് ആ മഹലിൻ്റെ സർവേയുടെ ഫോർമാറ്റ് കിട്ടണം, അതിൻ്റെ സോഫ്റ്റ്വെയർ കിട്ടണം, കമ്പ്യൂട്ടർ റിസൾട്ട് തരണം, അതിൻ്റെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ നിലക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടുള്ള പരിശീലനങ്ങളും രീതികളുമൊക്കെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ ക്രിയാത്മകമായി ചിന്തിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന വളരെ പ്രബുദ്ധരായ മഹല് നേതൃത്വത്തിന്